ഇന്ത്യക്കാർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് പൗരത്വ നിയമങ്ങളിൽ വലിയ മാറ്റം നടപ്പാക്കാനൊരുങ്ങുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുഎസിൽ നിലവിലുള്ള ജന്മാവകാശ പൗരത്വ നിയമത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരുമെന്നാണ് ട്രംപ് പറയുന്നത്. ജനുവരിയിൽ അധികാരമേറ്റെടുത്ത ശേഷം ആദ്യം നടപ്പാക്കുന്ന മാറ്റങ്ങളിൽ ഒന്നാകും ഇതെന്നും ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. യുഎസ് ഭരണഘടനയിൽ കഴിഞ്ഞ 150 വർഷത്തോളമായി നിലനിൽക്കുന്ന നിർണായക വകുപ്പുകളിലൊന്നാണ് എടുത്തുകളയാൻ ട്രംപ് ഒരുങ്ങുന്നത്. യുഎസിൽ ജനിക്കുന്ന വ്യക്തി യുഎസ് പൗരനായി കണക്കാക്കപ്പെടും എന്നതാണ് ഈ നിയമം അനുശാസിക്കുന്നത്. തന്റെ ഒന്നാം ഭരണകാലത്ത് തന്നെ ഇതിനുള്ള നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചിരുന്നുവെങ്കിലും അന്നത് നടക്കാതെ പോവുകയായിരുന്നു. എന്നാൽ ട്രംപിന്റെ പുതിയ നീക്കം യുഎസിലേക്ക് കുടിയേറിയ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെയും ഇന്ത്യൻ വംശജരെയും ഒക്കെ പ്രതിസന്ധിയിലാക്കും. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് തന്നെ താൻ കടക്കുമെന്ന സൂചനയാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ജന്മാവകാശ പൗരത്വത്തെ പരിഹാസ്യമായ ആശയമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ജന്മാവകാശ പൗരത്വം എന്നാൽ യുഎസിൽ ജനിച്ചവർ സ്വയമേവ ഒരു അമേരിക്കൻ പൗരനാകും എന്നതാണ്. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടായി രാജ്യത്ത് ഈ നിയമം നിലവിലുണ്ട്. 1868 അംഗീകരിച്ച 14ാം ഭേദഗതിയിലാണ് ഈ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻപ് അടിമകളായി ഇവിടെ എത്തിയ ആളുകൾക്കും അവരുടെ പിൻഗാമികൾക്കും പൗരത്വം നൽകുന്നതിനാണ് ഈ വ്യവസ്ഥ ആദ്യം രൂപകൽപ്പന ചെയ്തിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. യുഎസിലാകെ 5.4 ദശലക്ഷത്തിലധികം ഇന്ത്യൻ അമേരിക്കക്കാരുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അവർ ആകെ ജനസംഖ്യയുടെ 1.47% വരും. ഇതിലാകട്ടെ 2 പേരും കുടിയേറ്റക്കാരും 34% പേർ യുഎസിൽ ജനിച്ചവരുമാണ്. ഇത്രയധികം ഇന്ത്യക്കാർ യുഎസിൽ വസിക്കുമ്പോൾ ട്രംപിന്റെ തീരുമാനം തിരിച്ചടിയാകും എന്നതും ഉറപ്പാണ്. 2019 രാജ്യത്തെ മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് 18 വയസ്സിന് താഴെയുള്ള 5.5 ദശലക്ഷം കുട്ടികൾ രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാരായി കുറഞ്ഞത് ഒരു രക്ഷിതാവിനോടൊപ്പമാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഇത് യുഎസിലെ പ്രായപൂർത്തിയാകാത്തവരുടെ എണ്ണത്തിന്റെ 7% വരുമെന്നതാണ് കണക്കുകൾ പറയുന്നത്. ഇത് കണക്കിലെടുക്കുമ്പോൾ ജന്മാവകാശ പൗരത്വത്തിലെ ഏത് ഭേദഗതിയും ഗ്രീൻ കാർഡും H-1B വിസയുമുള്ള ഇന്ത്യക്കാർക്ക് യുഎസിൽ ജനിക്കുന്ന കുട്ടികളുടെ പൗരത്വത്തിന്റെ കാര്യത്തിൽ വലിയ വെല്ലുവിളി തന്നെ സൃഷ്ടിക്കും. അതായത് നിലവിലുള്ളതുപോലെ അവർ നേരിട്ട് യുഎസ് പൗരന്മാർ ആകില്ല. പകരം പല സങ്കീർണമായ നിയമപ്രക്രിയകളിലൂടെയും കടന്നു പോവേണ്ടി വരും. ഇതാണ് ഇന്ത്യക്കാരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതേസമയം അന്താരാഷ്ട്ര ഇടപാടുകളിൽ ഡോളറിനു പകരം മറ്റ് കറൻസികളെ ആശ്രയിച്ചാൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ട്രംപ് ഇതിനു മുൻപ് എത്തിയതും ശ്രദ്ധേയമാണ്. ബ്രിക്സ് കൂട്ടായ്മയിലെ മറ്റു പ്രധാന രാജ്യങ്ങളായ റഷ്യ, ചൈന എന്നിവയ്ക്കുൾപ്പെടെയാണ് ജനുവരിയിൽ സ്ഥാനാരോഹണം നടത്താൻ ഒരുങ്ങുന്ന ട്രംപ് ഭീഷണി ഉയർത്തുന്നത്. 100% നികുതി എന്ന ഭീഷണിയാണ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുന്നിൽ ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയിരിക്കുന്നത്. ഡോളറിൽ നിന്ന് ബ്രിക്സ് കൂട്ടായ്മ വഴുതി മാറുന്നത് വെറുതെ നോക്കി നിൽക്കില്ലെന്ന സൂചനയാണ് ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ പറയുന്നത്. കൂടാതെ ട്രംപിന്റെ വരവ് പുതിയൊരു വാണിജ്യ യുദ്ധത്തിനു കൂടി വഴിയൊരുക്കുമോ എന്ന ചോദ്യവും പുതിയ ഭീഷണി നൽകുന്നുണ്ട്. ഇന്ത്യ, ചൈന, റഷ്യ എന്നീ ലോകശക്തികൾക്ക് പുറമെ ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളും ബ്രിക്സിൽ അംഗമാണ്. ഇതിനു പുറമെ ഈജിപ്ത്, ഇറാൻ, UAE എന്നീ രാജ്യങ്ങൾക്കും അടുത്തിടെ ബ്രിക്സിൽ അംഗത്വം നൽകിയിരുന്നു. ഈ മുഴുവൻ രാജ്യങ്ങൾക്കുമേൽ യുഎസ് നികുതി ചുമത്തുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. അതേസമയം ഇന്ത്യ ഡോളർ ഉപേക്ഷിക്കാനുള്ള നീക്കത്തിന് എതിരാണെന്നാണ് നേരത്തെ വ്യക്തമാക്കിയത്. ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെയോ വ്യാപാര രീതികളുടെയോ ഭാഗമല്ലെന്ന് മന്ത്രി S. ജയശങ്കർ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ സഖ്യകക്ഷികൾ ബദൽ ആവശ്യപ്പെടുമ്പോൾ മറ്റു വഴികൾ തേടുമെന്നുമാണ് ഇന്ത്യ അറിയിച്ചത്.